ഓം സന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭോയകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ രുക്മിണീഹരണമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ രുക്മിണി നിശബ്ദയും ഗൗരവ വനിതയുമായിരുന്നു. അതായത് ഗൗരവത്തോടു കൂടി തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. ഒപ്പം അവളുടെ അമ്മയും തോഴിമാരും ഉണ്ടായിരുന്നു. മധ്യത്തിലായിക്കൊണ്ട് ഒരു ബ്രാഹ്മണ സ്ത്രീയും, ചുറ്റിലും അംഗരക്ഷകർ. ദേവതാരാധനയ്ക്കായിട്ട് വധു ക്ഷേത്രദർശനം നടത്തുന്നത് പതിവ് ഇന്നും ഭാരതത്തിൽ നിലവിലുണ്ട്. ഈ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ വിവിധ വാദ്യഘോഷങ്ങൾ മുഴങ്ങിയിരുന്നു. ചെണ്ട, ശംഖ് എന്നിവയ്ക്കൊപ്പം പണവം, തുര്യം, ഭേരി തുടങ്ങിയ കാഹളങ്ങളും ചേർന്നുള്ള മംഗളസൂചകമായിട്ട് നാദം അതിന് ഇമ്പം നുകർന്നുകൊണ്ട് ആഘോഷത്തോടു കൂടിയാണ് രുക്മിണി ക്ഷേത്ര ദർശനത്തിനായിക്കൊണ്ട് പോയിരുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് ബ്രാഹ്മണ ഭക്തികളും സന്നിഹിതരായിരുന്നു. ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ചിരുന്ന ഇവർ അനുരൂപമായിരിക്കുന്ന ആഭരണങ്ങളും അതിമനോഹരമായിട്ടുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ടാണ് രുക്മിണി ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നർത്ഥം. ശിവൻ്റെയും ദുർഗാദേവിയുടെയും ആരാധനയ്ക്ക് എഴുന്നള്ളുന്ന അവളെ സഹായിക്കാൻ അവർ മറ്റുള്ള ദാസിമാരെ പുഷ്പമാല്യങ്ങളും ചന്ദനം, മറ്റ് സുഗന്ധദ്രവ്യങ്ങളും വിവിധ വർണ്ണാങ്കിതമായിരിക്കുന്ന വസ്ത്രങ്ങളും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിനാവശ്യമായിരിക്കുന്ന പൂജാദ്രവ്യങ്ങളെല്ലാം അവൾക്ക് കരുതി അതും ഏറ്റിക്കൊണ്ടാണ് ദാസികളടക്കം ഈ വനിതാ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഈ വനിതാ സംഘത്തിൽ പലരും മുതിർന്നവരായിരുന്നു. ദുർഗയെയും ശിവനെയും പ്രകീർത്തിക്കുന്ന പ്രാർത്ഥനകൾ ഉരുവിടാൻ സമർത്ഥകളായിരിക്കുന്ന കീർത്തനങ്ങളൊക്കെ പാടി വളരെ പ്രകീർത്തിക്കുന്ന പ്രാർത്ഥനകളോടുകൂടിയാണ് രുക്മിണി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത് എന്നർത്ഥം. അങ്ങനെ രുക്മിണിയാൽ അനുഗതയായിട്ട് പ്രതിഷ്ഠാമൂർത്തിക്ക് മുമ്പിൽ അവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചു എന്നർത്ഥം. രുക്മിണി പ്രതിഷ്ഠാദേവതയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പ്രിയപ്പെട്ട ദുർഗാദേവി, അവിടുത്തേക്കും അവിടുത്തെ സന്താനങ്ങൾക്കും എൻ്റെ വിനീതമായിരിക്കുന്ന പ്രണാമങ്ങൾ. ദുർഗാദേവിക്ക് പ്രസിദ്ധരായിരിക്കുന്ന 4 മക്കളാണ് ഉള്ളത്. സൗഭാഗ്യദേവതയായ ലക്ഷ്മി ദേവി, വിദ്യാദേവതയായിരിക്കുന്ന സരസ്വതി, ഗണേശൻ, കാർത്തികേയൻ ഇവരൊക്കെ ദേവതാ മക്കളായിട്ടാണ് പറയുന്നത്. പ്രസിദ്ധരായിരിക്കുന്ന ഈ സന്താനങ്ങളോടൊപ്പമാണ് ദുർഗാദേവിയെ പൂജിക്കുക പതിവ്. അതിനാൽ രുക്മിണിയും അതേ രീതിയിൽ തന്നെ പ്രതിഷ്ഠാമൂർത്തിയെ വന്ദിച്ചു. പക്ഷേ അവളുടെ പ്രാർത്ഥന മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഭൗതികമായ സമ്പത്ത്, കീർത്തി, ലാഭം, ശക്തി തുടങ്ങിയ കാര്യങ്ങൾക്കാണ് സാധാരണ മനുഷ്യർ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക പതിവ്. ഇത് നമുക്ക് നമ്മുടെ കാര്യം തന്നെ ആലോചിച്ചാൽ അറിയാം. ഒരു സമയത്ത് ഈ പരമമായ അറിവിലേക്ക് നമ്മളൊക്കെ, ഞാനടക്കമുള്ളവർ എത്തുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഭൗതിക സുഖങ്ങളും കുടുംബത്തിലുള്ളവർക്കോ ഇല്ലെങ്കിൽ ആയുരാരോഗ്യത്തെ സംബന്ധിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയും ഇല്ലേ സമ്പത്തിനെ പറ്റി ഇങ്ങനെയുള്ള അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സാധാരണ അഭിഷസ്ഥിതിക്കായിക്കൊണ്ട് പ്രാർത്ഥിക്കാതെ. ഭൗതികമായിട്ടുള്ള സമ്പത്ത്, കീർത്തി, ലാഭം, ശക്തി, ആയുരാരോഗ്യം ഇതൊക്കെയാണ് സാധാരണ മനുഷ്യർ പ്രാർത്ഥിക്കാറുള്ളത്. ഏത് അമ്പലത്തിൽ ചെന്നാലും പറ്റില്ല, ഏത് ഇഷ്ടദേവതയായാലും ഇതൊക്കെ തന്നെയാണ് പ്രാർത്ഥിക്കുക പതിവ്. എന്നാൽ രുക്മിണി ആഗ്രഹിച്ചത് കൃഷ്ണനെ ഭർത്താവായി കിട്ടാനാണ്. അതിനായിക്കൊണ്ട് തന്നിൽ സംപ്രീതനായിട്ട് അനുഗ്രഹിക്കണമെന്നാണ് അവൾ ആകെ ദേവിയോട് പ്രാർത്ഥിച്ചത്. അവൾ ആഗ്രഹിച്ചത് കൃഷ്ണനെ മാത്രമാകയാൽ അവളുടെ ഈ ദേവതാരാധന ഒട്ടും തന്നെ നിന്ദ്യമല്ല. രുക്മിണി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അനേകം വസ്തുക്കൾ ദേവിക്ക് കാഴ്ചയായിട്ട് സമർപ്പിച്ചിരുന്നു. ജലം, വിവിധ തരത്തിലുള്ള ദീപങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, വാസനദ്രവ്യങ്ങൾ, ഉടയാടകൾ, മാല്യങ്ങൾ, പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ, പായസം, നെയ്യിൽ ഉണ്ടാക്കിയ പാചകം ചെയ്തിരിക്കുന്ന പലതരം പലഹാരങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് പോകുന്നത്. രാജകുമാരിയാണ്, അപ്പോൾ ഒന്നിനും ഒരു കുറവില്ല. അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ യഥാശക്തി എന്തെങ്കിലുമൊക്കെ
വെറും കൈകൊണ്ടുകൂടി പോകരുതെന്നാണ് സാധാരണ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ തന്നെ ഇവിടെ രുക്മിണി ദേവി തന്നെ കാണിച്ചു തരുന്നത്. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നും എന്തിനാണ് ഈശ്വര ദർശനത്തിന്, ഒരു ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് എന്ന ഉദ്ദേശ ലക്ഷ്യത്തെ കൂടെ ഇവിടെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മൾ അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് ഒരു പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷപ്രാപ്തിയിലേക്കാണ് ഒരു ഈശ്വര ദർശനത്തെ, ഈശ്വര സമ്പർക്കത്തിലൂടെ നമുക്ക് സാധിക്കേണ്ടത്. ഇനി ധർമാർത്ഥകാമങ്ങളെയൊക്കെ സാധിപ്പിച്ചാൽ തന്നെ, ഇപ്പം ഒരാഗ്രഹം പറയുന്നുണ്ടെങ്കിൽ കൃഷ്ണനെ ഭർത്താവായിട്ട് ലഭിക്കണം. അപ്പോൾ ഈശ്വരനായിട്ടുള്ള സമ്പത്തും നിലനിർത്തണം എന്ന് തന്നെയാണ് പരമമായ ലക്ഷ്യം, പ്രാർത്ഥനാ ലക്ഷ്യം എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന ആരാ? സാധാരണ ഒരു മനുഷ്യനല്ല. അപ്പം അത് മനസ്സിലാക്കിയ പരമമായ ഭക്തിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ഇത്തരത്തിലായിരിക്കണം. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യവും ക്ഷേത്ര ദർശനത്തിൻ്റെ പരമമായ ഇത്തരത്തിലായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും ക്ഷേത്ര നിർമ്മാണവും ക്ഷേത്ര ആരാധനയും ക്ഷേത്ര വ്യവസ്ഥിതിയും എങ്ങനെയൊക്കെ ആണെന്നും അന്നത്തെ കാലത്തുള്ളവർ നമ്മളെ കാണിച്ചു തരുന്നു. ഒരു ഉപാധി മാത്രമാണ് ക്ഷേത്രം. അല്ലാതെ നമ്മൾ ഉപാധിയാക്കിയിരിക്കുന്നത് എന്താ? ഒരു സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് മാറുന്നത് ഒരിക്കലും ക്ഷേത്രാചാരത്തിന് പരമമായ ലക്ഷ്യത്തിലേക്ക് അവിടെ വരുന്ന ഭക്തന്മാരെയോ അവിടെ അതിനെ നടത്തുന്നവരെയോ എത്തിക്കില്ല എന്നുള്ളതാണ് സത്യം. ഉദ്ദേശ ലക്ഷ്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതിക ബന്ധങ്ങളെ തന്നെ കുടുങ്ങിക്കിടക്കുകയുള്ളൂ. ആ ക്ഷേത്ര അമ്പലവാസികളായാലും വേണ്ടില്ല, പരമമായ ലക്ഷ്യത്തിലല്ല ഇതൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അമ്പലത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിതം നയിക്കുക എന്നുള്ള ആ ലക്ഷ്യം മാത്രമാണ്, ഭൗതിക നേട്ടങ്ങൾ മാത്രമാണെങ്കിൽ ഈ ഭൗതിക തലത്തിൽ തന്നെ ചുറ്റിത്തിരിക്കും. അമ്പലവാസികളായിട്ടിരിക്കുന്നവരെ അമ്പലവാസികളായിട്ട് തന്നെ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. പരമമായയിലേക്ക് അവരൊത്തി ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും ആർക്കും ഉയർച്ച ഉണ്ടാകുന്നില്ല. എന്നാൽ അത് ഈശ്വരിലേക്ക് എത്തുന്നില്ല. പരമമായ ഇപ്പം ഒരു സപ്താഹം തന്നെ നടത്താൻ നമുക്ക് ശ്രദ്ധിച്ചറിയാം. അമ്പലവാസികൾ ആരും ഇതൊന്നും കേൾക്കണ്ട, ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള നിലയ്ക്കാണ്. ഇതൊന്നും കേൾക്കാൻ അവർക്ക് സമയമില്ല എന്നൊക്കെ പറയാം. വേണമെന്ന് വെച്ചാൽ ഒക്കെ സമയം ഉണ്ടാകും. അവരവരുടെ സമയം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടല്ലോ. കുറച്ചു നേരമെങ്കിലും ഇരുന്ന് എന്തെങ്കിലും കേട്ടാൽ പരമമായ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ അത് കേൾക്കില്ല. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും ഈ അമ്പലവാസിയായിട്ട് തന്നെ ചുറ്റിത്തിരിയും. ഭഗവാന്റെ അടുത്ത് നിന്നാലും ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും പ്രദക്ഷിണ വഴിയിൽ. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രാരാധന എന്താണെന്നും ക്ഷേത്ര ദർശനത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണെന്നും ക്ഷേത്രം നിർമ്മിച്ച് അതിനെ ആരാധനാ കേന്ദ്രമാക്കിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്നൊക്കെ നമുക്ക് ഈ രുക്മിണിയുടെ ക്ഷേത്ര ദർശനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മുതിർന്ന ബ്രാഹ്മണ സ്ത്രീകൾ നിയമാക തത്വമനുസരിച്ചുകൊണ്ട് നിർദ്ദേശിച്ച രീതിയിലാണ് രുക്മിണി ഇവയൊക്കെ പ്രതിഷ്ഠാമൂർത്തിക്ക് സമർപ്പിച്ചത്. അപ്പം ബ്രാഹ്മണ ഭക്തിമാർക്ക് പോലും ഈ ഈശ്വരീയ പൂജാദ്രവ്യങ്ങളോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഈശ്വരന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നല്ലവണ്ണം അവർക്ക് അറിവുണ്ടായിരുന്നു. അതനുസരിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ്, ബ്രാഹ്മണ ഭഗ്നികൾ നിർദ്ദേശിച്ചനുസരിച്ചുകൊണ്ടാണ് രുക്മിണി ദേവി അതൊക്കെ പ്രതിഷ്ഠാമൂർത്തിക്ക് സമർപ്പിച്ചത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അനുഷ്ഠാനപരമായിരിക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം ഭക്ഷ്യ സാധനങ്ങളുടെ അവശിഷ്ടം ബ്രാഹ്മണ സ്ത്രീകൾ പ്രസാദമായിട്ട് രുക്മിണിക്ക് നൽകി. തികഞ്ഞ ആദരവോടെ അവൾ അത് സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് രുക്മിണി ദുർഗാദേവിക്കും ബ്രാഹ്മണ സ്ത്രീകൾക്കും പ്രണാമം അർപ്പിച്ചു. പ്രതിഷ്ഠാമൂർത്തിയെ വണങ്ങുക എന്ന കൃത്യത്തെ തുടർന്ന് മറ്റുള്ളവരാൽ അനുഗതയായിക്കൊണ്ട് ഒരു തോഴിയുടെ കൈപിടിച്ചുകൊണ്ട് രുക്മിണി ക്ഷേത്രത്തിന് പുറത്തേക്ക് കടന്നു. വിവാഹത്തിനായിക്കൊണ്ട് കുണ്ടിനത്തിലെത്തിയ രാജാക്കന്മാരും സന്ദർശകന്മാരും ഒന്നടങ്കം രുക്മിണിയെ കാണാനായിക്കൊണ്ട് ക്ഷേത്രത്തിന് വെളിയിൽ തടിച്ചുകൂടിയിരുന്നു. രുക്മിണി ഭാര്യയായി വരണമെന്ന് ആഗ്രഹിച്ച രാജാക്കന്മാരായിരുന്നു അവിടെ കാണാൻ കൂടുതൽ ഔത്സുക്യം കാണിച്ചത്. രുക്മിണിയുടെ ദർശനത്തിൽ മതിമറന്നു പോയ രാജാക്കന്മാരാകെ ധീരോത്തമന്മാരായിരിക്കുന്ന തങ്ങളെ വിഭ്രമിക്കപ്പെടുത്താനായിക്കൊണ്ടാണ് ഈ രാജാക്കന്മാരാകെ ധീരോത്തമന്മാരായിരിക്കുന്ന തങ്ങളെ വിഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടാവ് അവളെ സൃഷ്ടിച്ചതെന്ന്, ഇല്ലെങ്കിൽ ഇവരെയൊക്കെ
സൗന്ദര്യം കണ്ടിട്ട് പരിഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രുക്മിണി ദേവിയെ ഇങ്ങനെ മനോഹരിയാക്കിക്കൊണ്ട് സൃഷ്ടിച്ചത് എന്ന് പോലും ഇവർ കരുതി എന്നാണ് പറയുന്നത്. ഇട ചുരുങ്ങിയ അവളുടെ ശരീരം സുഘടിതമായിരുന്നു. പച്ച കണ്ണുകളും ചുവന്ന ചുണ്ടുകളും മനോഹരമായിരിക്കുന്ന മുഖവുമുള്ള അവളുടെ കാന്തി കുതറി വീണ കുനുകുന്തളം കൊണ്ടും വിവിധ തരത്തിലുള്ള കർണാഭരണങ്ങളും കൊണ്ടും കൂടുതൽ വർദ്ധമാനമായി കാണപ്പെട്ടു. രക്തം പതിച്ച പാദസരമണിഞ്ഞ പാദങ്ങൾ മഹാകവികളുടെ സങ്കേതമനുസരിച്ചുള്ള സൗന്ദര്യ വർണ്ണനയ്ക്ക് അനുസരണമായിരുന്നു. ഏതോ ഒരു കലാകാരൻ വരഞ്ഞിട്ട ചിത്രത്തെ ഓർമ്മിപ്പിക്കപ്പെടുന്നതായിരുന്നു അവളുടെ സൗന്ദര്യവും മേനിയുടെ മിനുപ്പും. അവളുടെ ശരീരത്തെ ഉന്നതങ്ങളെന്ന് വിശേഷിപ്പിച്ചിരുന്നു. 13-14 വയസ്സുള്ള ഒരു ബാലികയായിരുന്നു അവൾ എന്ന സൂചന വിശേഷിപ്പിച്ചും കൃഷ്ണനെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അവളുടെ സൗന്ദര്യം രാജാക്കന്മാർ പേർത്തും അവളുടെ സൗന്ദര്യം നുകർന്നുകൊണ്ടിരുന്നെങ്കിലും അവൾ ഒട്ടും തന്നെ അഹങ്കരിച്ചിരുന്നില്ല. അവളുടെ കണ്ണുകൾ നിരന്തരം ചലിച്ചിരുന്നു. നിഷ്കളങ്കമായ ബാലികയെപ്പോലെ പുഞ്ചിരിച്ചപ്പോൾ അവളുടെ ദന്തങ്ങൾ താമരപ്പൂ പോലെ തിളങ്ങി നിന്നു. ഏത് സമയത്തും കൃഷ്ണൻ തന്നെ തട്ടിക്കൊണ്ടു പോകുമെന്നുള്ള പ്രതീക്ഷയിൽ അവൾ പതുക്കെയാണ് കൊട്ടാരത്തിലേക്ക് നടന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഹംസത്തെ പോലെ അവൾ നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു. അവളുടെ കാൽ ചിലമ്പുകളിൽ അതിന് ഒപ്പിച്ച് ലഘുവായിട്ട് കിലുങ്ങുകയും ചെയ്തു. നേരത്തെ വിശദീകരിച്ചുകൊണ്ടേ അവിടെ സന്നിഹിതരായിരുന്ന ധീരന്മാരായിരിക്കുന്ന രാജാക്കന്മാരാകെ രുക്മിണിയുടെ സൗന്ദര്യ ധോരണിയിൽ മതിമറന്നു നിന്നു. മിക്കവാറും അസ്തപ്രജ്ഞനായി പോയി അവരെല്ലാവരും. കാമാർത്തി പൂണ്ട അവർ അവളുടെ സൗന്ദര്യം തങ്ങളുടെ സൗന്ദര്യമായി തട്ടിച്ചു നോക്കി. പ്രത്യാശാരഹിതമായിട്ടാണെങ്കിലും അവളുടെ പാണിഗ്രഹണത്തിന് കൊതിച്ചു. എല്ലാവരും തന്നെ മറന്നു നിന്നുപോയി എന്നർത്ഥം. എങ്കിലും ദേവിക്ക് അവരിൽ ആരിലും താല്പര്യമുണ്ടായിരുന്ന കൃഷ്ണൻ വന്ന് തന്നെ കൊണ്ടുപോകണം എന്ന് മാത്രമായിരുന്നു അവരുടെ ഹൃദയാഭിലാഷം. ഇടത് കൈവിരലിലെ ആഭരണങ്ങൾ നേരെയാക്കുന്നതിനിടയിൽ രാജാക്കന്മാരുടെ നേരെ കണ്ണോടിക്കവേ പെട്ടെന്ന് അവർക്കിടയിൽ കൃഷ്ണൻ അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. മുമ്പൊരിക്കലും കൃഷ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അവളുടെ ചിന്തയിൽ സദാ കൃഷ്ണൻ നിറഞ്ഞു നിന്നിരുന്നു. അതിനാൽ രാജാക്കന്മാരുടെ മധ്യത്തിൽ കൃഷ്ണനെ തിരിച്ചറിയാൻ അവൾക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. മനസ്സിലെന്താണോ വിചാരിച്ചിരുന്നത് അതാണ് പ്രത്യക്ഷത്തിൽ കണ്ടത്. മറ്റു രാജാക്കന്മാരുടെ കാര്യത്തിൽ തീരെ താല്പര്യമില്ലാതിരുന്നു എന്നുകൂടെ ഇവിടെ എടുത്തു പറയുന്നു. കൃഷ്ണൻ ഉത്തരക്ഷണത്തിൽ രുക്മിണിയെ ഗരുഡധ്വജാങ്കിതനായിരിക്കുന്ന തൻ്റെ തേരിൽ പെട്ടെന്ന് കയറ്റി തേരിലാക്കി. തുടർന്ന് അദ്ദേഹം തികച്ചും നിർഭയനായി കുറുക്കന്മാരുടെ മധ്യത്തിൽ നിന്ന് മാൻപേടയെ സിംഹത്തെ എന്ന പോലെ രുക്മിണിയെയും പിടിച്ച് കൊണ്ട് മന്ദം മുന്നോട്ട് നീങ്ങി. ഇതിനിടെ യദുവംശത്തിൽ സൈന്യവുമായിട്ട് ബലരാമനും രംഗത്തെത്തി. അപ്പം ശ്രീകൃഷ്ണന് ബലരാമനോട് ഇതൊന്നും സൂചിപ്പിച്ചിട്ടല്ല അവിടുന്ന് പോകുന്നതെങ്കിലും പിന്നീട് വിവരങ്ങളൊക്കെ അറിഞ്ഞ ബലരാമൻ ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സംഘർഷണമൂർത്തി തന്നെ ദ്വാരകയിൽ നിന്ന് സൈന്യവുമായിട്ട് കുണ്ഡലി രാജ്യത്തിലേക്ക് എത്തി. കുണ്ഡലീകത്തിലെത്തി. ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്ന ബലരാമന് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണന് ഉത്തരക്ഷണത്തിൽ രുക്മിണിയെ ഗരുഡധ്വജാങ്കിതയായിരിക്കുന്ന തൻ്റെ ആ തേരിലേക്ക് കൈ പിടിച്ച് മന്ദം ഇവരുടെ ഇടയിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങി. ഇതിനിടെ യദുവംശത്തിൻ്റെ സൈന്യവുമായിട്ട് ബലരാമനും അവിടെ തന്നെ എത്തിച്ചേർന്നു. പല തവണ കൃഷ്ണന്റെ കയ്യിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയ ജരാസന്ധൻ ഗർജിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? യാതൊരു തീർപ്പും നേരിടാതെ കൃഷ്ണൻ രുക്മിണിയെ നമ്മിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു. വില്ലാളി വീരന്മാരായിരിക്കുന്ന ധീരന്മാരെന്ന് നാമെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? രാജാക്കന്മാരെ എല്ലാ ഈ ഇരുശൂര പരാക്രമങ്ങളെല്ലാം നോക്കി നിൽക്കെ കൃഷ്ണൻ രുക്മിണിയെ കൊണ്ട് തേരിലേറ്റി അവിടെ നിന്ന് കടന്നു കളയുന്ന അവസ്ഥ ഇവരെല്ലാവരും അന്തം വിട്ട് നോക്കി നിന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സിംഹം നായാടി പിടിച്ച ഇരയെ കുറുനരി തട്ടിയെടുക്കുന്നത് പോലെ ആണ് ഇത് സംഭവിച്ചത്. ഇതാണ് രുക്മിണീഹരണം എന്ന് പറയുന്ന ഈ അധ്യായം ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കേമന്മാരായിട്ടുള്ള രാജാക്കന്മാരെല്ലാം നോക്കി ഇത് ഹരണം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും നോക്കി രാത്രിയിൽ
വന്ന് ഒളിച്ചോടുന്നതല്ല, ശ്രീകൃഷ്ണൻ രുക്മിണിയെ കൊണ്ട് ഒളിച്ചോടുന്നതല്ല ചെയ്തത്. ശരിക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എല്ലാ വീരശൂര പരാക്രമങ്ങളൊക്കെ നോക്കി നിൽക്കെ ക്ഷേത്രദർശനത്തിന് പോയ രുക്മിണിയെ സ്വന്തമാക്കിക്കൊണ്ട് ഇത് എല്ലാവരുടെയും ദൃഷ്ടി മറച്ചിട്ടൊന്നുമല്ല, എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഭഗവാൻ രുക്മിണിയുടെ കൈ പിടിച്ച് മന്ദം മന്ദം നടന്ന് തേരിൽ കയറി പിന്നെ ഒരു പോക്ക് പോയി എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും രാജാക്കന്മാർ ഒപ്പിക്കുന്ന അറിയാവുന്നത് കൊണ്ട് ഒരു രക്ഷാകവചത്തിനായിക്കൊണ്ട് ബലരാമൻ ദ്വാരകയിലെ സൈന്യവുമായിട്ടും എത്തിയിട്ടുണ്ടായിരുന്നു എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാജാക്കന്മാരെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ രുക്മിണിയുമായിട്ട് ദ്വാരകയിൽ എത്തുന്ന ഭാഗമാണ് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. കൃഷ്ണൻ രുക്മിണിയെ തട്ടിക്കൊണ്ടു പോയതിൽ ജരാസന്ധന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ രാജാക്കന്മാരും കുപിതരായി. അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയ അവരൊക്കെ ഒരു നിമിഷത്തേക്ക് മറന്നുപോയെങ്കിലും തങ്ങളുടെ കുതിരപ്പുറത്ത് നിന്നും ആനപ്പുറത്ത് നിന്നും താഴെ വീണുപോയി അവസ്ഥയുണ്ടായി. എന്നാൽ ഇപ്പോൾ അവർക്ക് എഴുന്നേറ്റ് നിന്ന് ആയുധമെടുക്കാനും അത് അമ്പും വില്ലും എടുത്ത് ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലേറി അവർ കൃഷ്ണനെ പിന്തുടരാൻ തീരുമാനിച്ചു. ഒരു നിമിഷത്തേക്ക് രുക്മിണിയുടെ സൗന്ദര്യമൊക്കെ കണ്ട് ഈ രാജാക്കന്മാരെല്ലാം മതിമറന്ന് നിൽക്കുന്ന നിമിഷമാണ് കൃഷ്ണൻ രുക്മിണിയെ കൊണ്ട് കടക്കുന്നത്. അപ്പോൾ ഇവർക്ക് ബോധം ഉണ്ടായപ്പോൾ ഏതവസ്ഥയിലാണോ ഇരുന്നിരുന്നത് അവരൊക്കെ ആ ആനപ്പുറത്തിരുന്നവർ താഴെ വീണു, കുതിരപ്പുറത്തിരുന്നവർ താഴെ വീണു, അങ്ങനെയൊക്കെ പരിഭ്രമത്തിൻ്റെ ഇതും കൊണ്ടൊക്കെ ദേഹബോധം വിട്ട് എവിടെ ഇരിക്കുന്നത് എന്താ ചെയ്യുന്നത് എന്നുള്ള ബോധം ഇല്ലാതെ വന്നപ്പം അവരൊക്കെ നിലംപതിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ താഴെ വീണ് കഴിഞ്ഞപ്പോൾ ബോധമുണ്ടായി. അപ്പോൾ തിരിച്ച് അവരവരുടെ സ്ഥാനങ്ങൾ തിരിച്ചെത്തി. ഇവരൊക്കെ എത്രയും വേഗം തന്നെ ഈ ശ്രീകൃഷ്ണൻ പോയ തേരിനെ പിന്നാലെ ഓടിക്കൂടാൻ ശ്രമിച്ചു എന്നർത്ഥം. അവരുടെ പുരോഗതി തടയാൻ യദുവംശത്തിൻ്റെ സൈന്യം തിരഞ്ഞു നിന്ന് അവരെ നേരിട്ടു. ബലരാമാദികൾ ഈ ഓടിപ്പോയ അല്ലെങ്കിൽ കൃഷ്ണന്റെ പിന്നാലെ ആയുധമായിട്ട് പായുന്നവരെയൊക്കെ തടഞ്ഞു. ഇപ്രകാരം സമരോത്സുകനായിരിക്കുന്ന രണ്ട് വിഭാഗം തമ്മിൽ ഉഗ്രമായൊരു പോരാട്ടം അവിടെ അരങ്ങേറി. കൃഷ്ണയെ എതിർത്ത രാജാക്കന്മാരുടെ നേതാവായിരുന്നു ജരാസന്ധൻ. അവരൊക്കെ തികഞ്ഞ യുദ്ധവീരന്മാരുമായിരുന്നു. പർവ്വത മുകളിൽ മേഘം കനത്ത മഴ പൊഴിക്കുന്നത് പോലെ അവർ സൈന്യത്തിന് മേൽ അസ്ത്രം പ്രയോഗിച്ചു. എല്ലാ രാജാക്കന്മാരും ഒറ്റക്കായിട്ടായി നിന്നുകൊണ്ട് യദുവംശത്തിലെ ബലരാമൻ നേതൃത്വം നൽകുന്ന സൈന്യത്തെ എതിർത്ത് അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. പർവ്വത മുഖത്ത് സംഭൃതമായിരിക്കുന്ന മേഘജാലം ഏറെ ചലിക്കാറില്ല. അതിനാൽ പർവ്വതത്തിന് മുകളിൽ പെയ്യുന്ന മഴ മറ്റ് എവിടത്തേക്കാളും ശക്തമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു ഘോരമായ യുദ്ധം തന്നെ അവിടെ അരങ്ങേറി എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് 53-ാമത്തെ അധ്യായത്തിൽ നമുക്ക് തുടങ്ങി വയ്ക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ശാന്തി ശാന്തി ശാന്തി.